നടത്തിയ സമരങ്ങളെല്ലാം പരാജയം. പുതിയ സമരത്തിനും ഹർത്താലിനും ഒരു കാരണവും ലഭിക്കാതെ വന്നപ്പോൾ കിട്ടിയ പിടിവള്ളിയിൽ കയറി പിടിച്ചു. ആശാസമരമെങ്കിൽ ആശയെന്ന് പ്രതിപക്ഷം. ഇനി അധികം താമസിയാതെ തന്നെ കേരളത്തിൽ ഒരു ഹർത്താലോ സമരമോ പ്രതീക്ഷിക്കാം. കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വരികയാണല്ലോ. അപ്പോൾ പിന്നെ ഒരു ഹർത്താലോ സമരമോ നടത്തിയാലല്ലേ ജനങ്ങളുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണെങ്കിലും കഴിഞ്ഞ 4 വർഷമായി സമരം ചെയ്യാൻ ഒരു കാരണവും ലഭിക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ. അപ്പോഴാണ് ആശമാർ ഒരു സമരം തിരുവനന്തപുരത്ത് തട്ടിക്കൂട്ടിയത്. അപ്പോൾ പിന്നെ എന്തുവാകട്ടെ, കിട്ടിയതിൽ കയറി തൂങ്ങുക തന്നെ, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. UDF-കാരായിട്ടുള്ള ആശമാരുടെ സമരമൊന്നുമല്ല തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ സമരത്തിന്റെ ആദ്യ നാളുകളിലെല്ലാം കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയായ INTUC ആശാമാരുടെ സമരത്തിനെതിരായ നിലപാട് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം സഹ്യകെട്ടാണ് INTUC ഒരു ചെറിയ സപ്പോർട്ടെങ്കിലും സമരത്തിന് നൽകിയത്, അതും മനസ്സില്ലാ മനസ്സോടെ. സത്യത്തിൽ BJP അനുഭാവമുള്ള ആശമാരാണ് സമരത്തിന് മുൻനിരയിലുള്ളത്. BJPയുടെ ആശമാരോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു സമരം ചെയ്യാൻ അവസരം ലഭിച്ചല്ലോ എന്ന ആശ്വാസത്തിലാണ് UDF. അങ്ങനെ ഒരു ഹർത്താലും സമരവും ഇല്ലാത്ത 4 വർഷം കടന്നുപോയി. എന്തിന്റെ പേരിലാണ് ഹർത്താൽ നടത്തുന്നത്? അതിനെന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. കഴിഞ്ഞ കുറെ കാലങ്ങളായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരെ വിലയില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതിന്റെ പേര് പറഞ്ഞ് വേണമെങ്കിൽ ഒരു സമരം നടത്താമായിരുന്നു. പക്ഷേ അവരത് ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നു. കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ ഒരുവിധം നല്ല വില ലഭിച്ചു തുടങ്ങി. വർഷങ്ങളായി നാളികേരത്തിന് വില വളരെ കുറവായിരുന്നു. 1 കിലോ തേങ്ങയ്ക്ക് 30 രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ തേങ്ങയുടെ വില 80 രൂപയ്ക്ക് മുകളിലായി. അതുപോലെ റബ്ബർ വില 200 കടന്നു. കുരുമുളകിന് വില 700 രൂപയ്ക്ക് മുകളിലായി. അതുപോലെ കാപ്പി, കൊക്കോ, അടയ്ക്ക തുടങ്ങി എല്ലാത്തിനും അത്യാവശ്യം ഭേദപ്പെട്ട വില ലഭിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാനോ ഹർത്താൽ നടത്താനോ സാധിക്കുകയില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതിരുന്നപ്പോൾ പ്രതിപക്ഷത്തിന് കിട്ടിയ പിടിവള്ളിയാണ് ആശാമാരുടെ സമരവും CPO-മാരുടെ സമരവും. അതിൽ കയറി പിടിച്ച് ലഹളയുണ്ടാക്കി ക്രമസമാധാനം തകർക്കുക. അത് മാത്രമാണ് ഇനി UDF-ന്റെ മുന്നിലുള്ള ഏക രക്ഷാമാർഗം.